കോഴിക്കോട് തിക്കോടി ടൗണിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരം സംഘർഷത്തിൽ കലാശിച്ചു. സമരക്കാരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവർ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും മൂടാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലുമായി ചികിത്സയിലാണ്. ദേശീയപാത നിർമ്മാണത്തോടെ റോഡിന്റെ രണ്ട് വശങ്ങളിൽ കഴിയുന്നവർക്ക് റോഡ് മുറിച്ചു കടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വിദ്യാർത്ഥികളും പ്രായമായവരും ഏറെ പ്രയാസപ്പെട്ടാണ് റോഡ് മുറിച്ചു കടക്കുന്നത്. പരിഹാരമായി അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും ഇത് അംഗീകരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കുന്നത്. പോലീസും നാട്ടുകാരും തമ്മിൽ ആദ്യം വാക്കേറ്റവും പിന്നീട് കയ്യാങ്കളിയുമായി. നാട്ടുകാരായ 25 പേർക്ക് പരിക്കേറ്റു. തിക്കോടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിശ്വൻ, CPIM തിക്കോടി ലോക്കൽ സെക്രട്ടറി ബിജു കളത്തിൽ, ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ നാരായണൻ, മനോജ്, സുരേഷ്, സമരസമിതി പ്രവർത്തകരായ ഷാഹിദ, സുരേഷ്, രേവതി, റഫീഖ് തുടങ്ങിയവരാണ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. തിക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല സമദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ദുൽക്കിഫിൽ തുടങ്ങിയവർ മൂടാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ചികിത്സ തേടി. പ്രകോപനമില്ലാതെ പോലീസ് മർദ്ദിക്കുകയായിരുന്നുവെന്ന് സമരസമിതി പ്രവർത്തകർ. ജനങ്ങൾ വികസനത്തിന് എതിരല്ല, വികസനം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ തിക്കോടിയിലെ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിലുള്ള അവകാശങ്ങളുണ്ട്. ഈ അണ്ടർപാസ് ജനങ്ങൾക്ക് അനുവദിച്ച് കിട്ടുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യുന്നതന്നെയാണ് ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. 2 വർഷമായി നീളുന്ന ഒരു സമരമാണ് ഇവിടെ ഉള്ളത്. തിക്കോടിയിലെ ജനങ്ങൾ, അതായത് സ്ത്രീകളും വയോധികരും കുട്ടികളും അടങ്ങുന്ന എല്ലാ ജനങ്ങളും ഈ സമരപന്തലിൽ ഉണ്ടായിരുന്നതാണ്. 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഈ അണ്ടർപാസ് അനുവദിച്ച് കിട്ടിയിട്ടില്ല. ഇന്നിവിടെ പണി നടക്കുന്നത് പറഞ്ഞ് ആയിരക്കണക്കിന് ജനങ്ങളാണെന്നുണ്ട് തടിച്ചു കൂടിയിട്ടുള്ളത്. ഇവരെ എല്ലാം അതിക്രൂരമായിട്ട് തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തിട്ടുള്ളത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിന് പിന്നാലെ പോലീസ് JCB ഉപയോഗിച്ച് തിക്കോടി ടൗണിലെ സമരപന്തൽ പൊളിച്ചു നീക്കി. പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. അടിപ്പാത വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് നാട്ടുകാരും ദേശീയപാത നിർമ്മാണം തടഞ്ഞാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസും പറയുന്നു. വിഷയത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ ഇടപെടൽ അനിവാര്യമാണ്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ പ്രതിഷേധങ്ങൾക്ക് നേരെ ഇത്തരത്തിൽ പോലീസ് നടപടി ഉണ്ടാകുമ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ. പ്രതികരണങ്ങളിലേക്ക്. കുറെ സ്കൂളുകൾ, CKG, ഹൈസ്കൂൾ, എല്ലാ സ്കൂളുകളിലും അധികം പാവപ്പെട്ട കുട്ടികളാണ് അവിടെ ഉള്ളത്. എല്ലാം പൈസക്കാര കുട്ടികളല്ല. അപ്പൊ നടന്നു പോകുന്ന കുട്ടികളാ. അവർക്ക് സമയത്തിന് സ്കൂൾ എത്തണം. ആവശ്യമുള്ള ഓരോ കാര്യങ്ങൾക്കും പൈസ ചെലവാക്കുന്നില്ല ഗവൺമെന്റ്. ആവശ്യമില്ലാത്ത സംഗതികളിൽ എല്ലാം പൈസ ചെലവാക്കുന്നു. പാവങ്ങളെ എന്തെങ്കിലും നടക്കുന്നുണ്ട് ഇവിടെ. അവിടെ 100 പ്രാവശ്യം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാ. എത്രയോ ആൾക്കാർ അത് വീട്ടിൽ പോയിട്ട് ചികിത്സിക്കുന്നതാ. കിടപ്പ് രോഗികൾ നമുക്കറിയാലോ, നമ്മൾ കിടന്നു പോയാൽ എങ്ങനെ ഉണ്ടാവും. അപ്പൊ ഓരോരുത്തും വണ്ടി എത്തണമെങ്കിൽ ഇവിടെ ഒരു റോഡ് ആവശ്യം. 2 വർഷമായി ഇവിടെ സമരം ചെയ്യുന്നത്. ഞങ്ങൾക്ക് അടിപ്പാത അനുവദിച്ച് തന്നേ പറ്റും. ഇതിൽ മിനിബാബ് ഒരു റോഡിനെ കുറിച്ച് പറയുന്നുണ്ട്. റോഡ് നവീകരണം നടക്കുന്ന റോഡിൽ മുഴുവൻ കുഴി രൂപപ്പെട്ടിരിക്കുന്നു. 2 വീലർ യാത്രക്കാർ വല്ലാതെ ബുദ്ധിമുട്ടുന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ അരൂർ വഴിയുള്ള ആ പാതയെ സംബന്ധിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ഏത് റോഡെന്ന് കൃത്യമായി പരാമർശിച്ചിട്ടുമില്ല.